എപ്പോഴും ഫഹദ് ഫാസിലിന്റെ കണ്ണുകൾ എന്ന് എല്ലാവരും പറയുന്നതാണ്, കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന നടൻ. ഒരുപാട് ഷോട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ കണ്ണട വരുന്നുണ്ട്. ഇത് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ആദ്യം കണ്ണട വെച്ച് കൊടുത്തത്. നീ കണ്ണുകൊണ്ടല്ലാതെ ഒന്ന് അഭിനയിക്കട്ടെ. ഇല്ലുമിനാറ്റി ലിറിക്സിന്റെ കാര്യത്തിൽ ഭയങ്കര സംശയമായിരുന്നു സുഷിനും വിനായകനല്ല. വിനായകന് വേണം. വിനായകനാണ് ഈ വേർഡ് കൊണ്ടുവന്നിട്ട് വിനായക ഈ വേർഡിന് വേണ്ടി ഒരുപാട് സംസാരിക്കേണ്ടി വന്നു. കാരണം നമുക്കറിയാം ഇത് ഹിറ്റാവുന്നു. എന്നുവെച്ചാൽ സുഷിൻ അങ്ങനെ ഹിറ്റാവാൻ വേണ്ടി ചെയ്ത പാട്ടാണ്. അപ്പൊ ഇത് ആൾക്കാരെടുക്കും. പക്ഷെ ഇത് വേണോ എന്നുള്ള ഒരു ചർച്ച ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ വിനായക അതിനുവേണ്ടി ഘോരം വാദിച്ച്. ആക്ച്വലി 3 പേരല്ലായിരുന്നു. ആദ്യത്തെ തോട്ടിൽ 2 പേരായിരുന്നു. ഇവര് 2 പേരായിരുന്നു ഈ ഫഹദിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന, അങ്ങോട്ട് ഈ ബാക്കി കഥയിലേക്ക് വരുന്ന ആളുകൾ. ശാന്തന്റെ ക്യാരക്ടർ എഴുതുമ്പോൾ ഇല്ലായിരുന്നു. എഴുതുമ്പോൾ ഉണ്ടായിരുന്നു, വളരെ ചെറിയൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഇവരെ 2 പേരും ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. രോമാഞ്ചം ഇത്ര സക്സസ് അല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞൊരു ക്രൂ ഉണ്ടല്ലോ, സമീർ താഹിർ, വിവേക് ഹർഷൻ, ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസ്, ഫഫ, ഇത്തരത്തിൽ ആവേശം സംഭവിക്കുമായിരുന്നോ? അല്ലെങ്കിൽ രോമാഞ്ചം റിലീസ് ആവുന്നതിന് മുന്നേ പ്ലാൻ ഉണ്ടായിരുന്നു? പ്ലാൻ അല്ല, രോമാഞ്ചം റിലീസിന് ഞാൻ വരുന്നത് ആവേശത്തിന്റെ സെറ്റിൽ നിന്നാണ്. അതായത് ഞാൻ ഈ കഥ ഫഹദിനടുത്ത് പറയുന്നത് നവംബർ 2022-ലാണ്. രോമാഞ്ചം റിലീസ് ആവുന്നത് ഫെബ്രുവരി 2023-ലാണ്. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രോമാഞ്ചത്തിന്റെ ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ. വെൽക്കം. ഗലാട്ട സോങ്ങില് ലിറിക്സിൽ പറയുന്നുണ്ട്, മൊത്തം ജനം കൈയടിച്ച റിംഗ് മാസ്റ്റർ സ്മൈലിംഗ്. ആവേശത്തിന്റെ റിംഗ് മാസ്റ്റർ ഫീലിംഗ് എന്താ? രോമാഞ്ചം ചിത്തുചേട്ടന്റെയും ഫ്രണ്ട്സിന്റെയും കഥയായിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. മാത്രമല്ല അത് അന്നത്തെ കാലമാണ്. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാലം കാണിച്ചാൽ മതിയായിരുന്നു. ഇത് ഏറ്റവും പുതിയ പിള്ളേരുടെ കോളേജ് ലൈഫ് കാണിക്കാനുള്ളത്. അപ്പോൾ അത്ര അപ്ഡേറ്റഡ് ആവണം. പിന്നെ കാണുന്നവർക്ക് ഇത് ഞങ്ങളെ ലൈഫാണല്ലോ എന്ന് തോന്നുന്നു. അതാണല്ലോ എപ്പോഴും ഒരു കോളേജ് ലൈഫിന്റെ ഒക്കെ ഒരു ബാധ്യതയായിട്ട് വരാറില്ല. അതെങ്ങനെയാ ഈ പ്രാവശ്യം ഓവർകം ചെയ്തത്? ആക്ച്വലി ഈ കാര്യം നമ്മളെപ്പോഴും ചിന്തിച്ചതും ചർച്ച ചെയ്തതായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാനാണെങ്കിലും സമീർക്കയാണെങ്കിലും അൻവർ ഷംബുക്കയാണെങ്കിലും എല്ലാവരും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഇതായിരുന്നു. അതായത് നമ്മൾ പറയുന്ന ഒരു ടീനേജ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഈ രംഗയും ആൾക്കാരെ എല്ലാം കാണുന്നത്. അപ്പോൾ ആ പെർസ്പെക്റ്റീവ് എൻ്റെ ടീനേജ് പെർസ്പെക്റ്റീവ് കുറച്ച് പഴയതാണ്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരെ അറിയുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ കുറച്ചധികം ചർച്ച ചെയ്തായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ ഇവരെ കാസ്റ്റ് ചെയ്തതിന് ശേഷം ഇവരുടെ കൂടെ കുറച്ച് നാൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇവന്മാരുടെ കൂടെ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ കഥയ്ക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഈ കഥ പറയാനായിട്ട് നമുക്ക് ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഈ കഥ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡ്രാമയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വരാനായിട്ട് നമുക്ക് പറയേണ്ട ഒരു ജനറിക്കായിട്ട് പറഞ്ഞാലേ ഉള്ളൂ ഇത് വർക്കാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ്റെ രീതിക്ക് മാത്രമല്ല ഈ സിനിമ ഇരിക്കുന്നത്. സിനിമയെ പറയുന്നുള്ള ഈ പറഞ്ഞ റാഗിങ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കുറച്ച് പഴയത് തന്നെയാണ്. പിന്നെ അത് എല്ലാ കാലത്തും ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും കണക്ട് ആയി പോകുന്നത്. ഈ കാസ്റ്റിംഗ് ഒരു സൈഡ് എന്ന് പറയുന്നത് ഫഫ പോലെ ഒരു ബ്രാൻഡ്, സജിൻ ചേട്ടൻ ഒബ്വിയസ്ലി നിങ്ങൾ രോമാഞ്ചം ഫെയിം ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ പുതിയ കുട്ടികൾ ഹിപ്സ്റ്റർ, മിഥുൻ, റോഷൻ, മിതുട്ടി അല്ലേ, അങ്ങനെ കുറേ ആൾക്കാരെ വരുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയ ആൾക്കാരെയാണ് പിക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഫാസിലിനോടൊപ്പം ഇവർ നിൽക്കുക എന്ന് പറയുന്നതും ഒരു കാര്യമല്ലേ. എങ്ങനെയാണ് ഇത് പിക്ക് ചെയ്ത ഇവരെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവർ 3 പേർക്കും 3 ക്യാരക്ടർ ആയിരിക്കണം എന്നുണ്ടായിരുന്നു. ആക്ച്വലി 3 പേരല്ലായിരുന്നു. ആദ്യത്തെ തോട്ടിൽ 2 പേരായിരുന്നു. ഇവർ 2 പേരായിരുന്നു ഈ ഫഹദിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന, അങ്ങോട്ട് ഈ ബാക്കി കഥയിലേക്ക് വരുന്ന ആളുകൾ. ശാന്തന്റെ ക്യാരക്ടർ എഴുതുമ്പോൾ ഇല്ലായിരുന്നു. എഴുതുമ്പോൾ ഉണ്ടായിരുന്നു, വളരെ ചെറിയൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഇവരെ 2 പേരും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരെ 2 പേരെയും വെച്ച് ഷൂട്ട് തുടങ്ങി. ശാന്തന്റെ പോർഷൻസ് കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോൾ എനിക്ക് ഒരാളെ കൂടെ കിട്ടി. ശാന്തനും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇവർ 2 പേരും അല്ലാത്ത വേറൊരു ക്യാരക്ടറാണ് ശാന്തൻ. അപ്പോൾ അങ്ങനെ ടോട്ടലി ഡിഫറെൻ്റ് ആയ 3 പേരെ വെച്ചിട്ടാണ് നമ്മൾ ഈ കംപ്ലീറ്റ് പരിപാടി ഷൂട്ട്. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ വന്ന് കിട്ടി എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഭാഗ്യം. സോ അത് വെച്ചിട്ട് പിന്നെ പ്രൊസീഡ് ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും ഫഹദിന്റെ ക്യാരക്ടർ ഇവരെങ്ങനെ നിന്നാലും ബാധിക്കാത്തൊരു ക്യാരക്ടറാണ്. കാരണം ഇവരെ ഈ കാണുന്ന ഒരു ക്യാരക്ടറാണ് ഈ രംഗ. അതെ, അപ്പം രംഗയുടെ കൂടെ ഉള്ളവരും കംപ്ലീറ്റ് ഓവർ ആയിരിക്കണം എന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ലാത്ത ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നുന്നു, ഇമ്മത് എവിടുന്ന് ചാടി വരുന്നു എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാർ വേണമായിരുന്നു. അതാണ് ഇപ്പോൾ രംഗയാണെങ്കിലും അമ്പാനാണെങ്കിലും നഞ്ചപ്പ് ആരാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തത്. ഇതിൽ ഫസ്റ്റ് കാസ്റ്റ് ചെയ്യപ്പെട്ടത് ഇവരാണോ? ഏറ്റവും ആദ്യം ഞാൻ ഇതിൽ കാസ്റ്റ് ചെയ്യുന്നത് സജിനെയാണ്. അതായത് ഞാൻ ഫഹദിൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ സജിൻ ഗോപു ആണ് അമ്പാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ ഫഹദ് വന്നതിന് ശേഷം പിന്നെ ഇവർ അത് കഴിഞ്ഞിട്ടാണ് പ്രൊജക്റ്റ് ഓൺ ആവുന്നത്. ഫഹദ് വന്നതിന് ശേഷമാണ് ഒബ്വിയസ്ലി പ്രൊജക്റ്റ് ഓൺ ആവുന്നത്. ആഷിർ വിദ്യാർത്ഥി, മൻസൂർ അലി ഖാൻ, അതും നമുക്ക് കറക്റ്റ് അവര് തന്നെയാ സങ്കല്പിക്കുമ്പോൾ അവരെല്ലാം അപ്പുറത്തേക്ക് വേറെ ആളിപ്പോ തോന്നുന്നില്ല. അതങ്ങനെ, അതായത് നമ്മളിപ്പം ഇപ്പം ഇവരെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ ഒരു ബാക്ക് സ്റ്റോറി പറയാനുള്ള സ്പേസ് സിനിമയിലുണ്ടെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും കാസ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി പറയാനുള്ള സ്പേസ് നമുക്കില്ലെങ്കിൽ അവരെ കാണുമ്പോഴേ നമുക്കൊരു ബാക്ക് സ്റ്റോറി ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു വൈബ് കിട്ടുന്ന ആളുകളെ കാസ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ മൻസൂർ അലി ഖാനിലേക്കും ആശിഷ് വിദ്യാർത്ഥിയിലേക്കും ഒക്കെ എത്തിയത്. അത് വളരെ കറക്റ്റ് വരുന്നു, ഒരു മലയാളിക്ക് പ്രത്യേകിച്ചല്ലേ അവരെ കാണുന്ന സമയത്ത്. കുട്ടിയെ പറയുമ്പോൾ പണ്ടൊക്കെ ഇപ്പൊ റിയാസ് ഖാനും അവരൊക്കെ ചെയ്തിരുന്ന വില്ലന്മാര് കോളേജില്, ഇപ്പൊ കുട്ടിയെ വരുമ്പോ അതിലൊരു പ്രത്യേകത വരുന്നുണ്ട്. ബാക്കി പിള്ളേര് വെച്ച് നോക്കുമ്പോൾ ആളുടെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് എന്തുകൊണ്ടാ ഈ മുദ്ദുകുട്ടി എന്ന് പറയുന്ന ആളെ നമ്മള് കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ഓപ്ഷൻസ്, കുറച്ചധികം പേരെ ഓഡീഷൻ ചെയ്തിരുന്നു. ഇവന്റെ ഓഡീഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ് കുട്ടി എന്നുള്ളത്. കാരണം അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ സ്ഥിരം കാണുന്നു എന്നുള്ളതിന് എന്തൊക്കെ മാറ്റാം എന്നാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്ഥിരം കാണുന്ന ഒന്നും അല്ലാത്ത എന്തെങ്കിലുമൊക്കെയാണ് ഓരോ ഫ്രെയിമിലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഒക്കെ നമുക്ക് വന്ന് കയറുമ്പോൾ ഉറപ്പായിട്ടും നമ്മളത് ഉപയോഗിക്കുമല്ലോ. അങ്ങനെയാണ് ഫഹദിന്റെ ഓപ്പോസിറ്റ് ഇവരല്ലേ കൂടെ ഇവരെ നിർത്തുക എന്ന് പറയുമ്പോൾ ഇവര് അവരുടെ വേൾഡിൽ സ്റ്റാർസ് ആയിട്ടുള്ള ആൾക്കാരെ ഹിപ്സ്റ്ററൊക്കെ. പക്ഷെ ഇവിടെ എത്തിയിട്ട് അവര് തോളോട് തോൾ നിൽക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടല്ലേ, അവരെ അത്രയും കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ ചെയ്തെടുത്തത്? അതങ്ങനെ അതെനിക്ക് തോന്നുന്നു ഫഹദ് അവരെ ഭയങ്കരമായിട്ടും കംഫർട്ട് ചെയ്തിരുന്നു. അതായത് ഫഹദ് ഒബ്വിയസ്ലി ഫഹദിൻ്റെ ഒരു ചുറ്റുപാടുള്ള എല്ലാവരും കംഫർട്ടബിൾ ആയിരിക്കും ഫഹദ് ഉള്ളപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ സജിൻ ഗോപുവിനാണെങ്കിലും ഇവർക്കാണെങ്കിൽ ഇപ്പോൾ ഇവർക്കാണെങ്കിൽ രംഗണ്ണനോട് കുറച്ച് അകന്ന് തന്നെയാണ് നിൽക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് ഇവരെ സംബന്ധിച്ചുള്ള അത്ര പ്രശ്നമില്ല. പക്ഷെ അമ്പാൻ അങ്ങനെയല്ല, അമ്പാൻ രംഗണ്ണന് തലയിൽ കയറിയിരിക്കണം എങ്കിലേ ഉള്ളൂ ഈ സിനിമ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അവര് തമ്മിലൊന്ന് സെറ്റ് ആവുക എന്നുള്ളതായിരുന്നു ഏറ്റവും, അതെന്തായാലും വർക്കായി കിട്ടി. അവർ രണ്ടുപേരും ഭയങ്കര സിങ്കായിരുന്നു. ഈ റീഇൻട്രൊഡ്യൂസിങ് ഫഫ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ രംഗനായിട്ട് രംഗനാണോ രംഗയാണോ രംഗ എന്നാണല്ലേ, ഞങ്ങളൊക്കെ രംഗൻ എന്ന് പറഞ്ഞു. അത് അവര് രംഗൻ ചേട്ടൻ എന്ന് വിളിക്കുന്നതുകൊണ്ട് രംഗയായിട്ട് ഫാസിൽ വന്നതിന്റെ ശേഷം ഇപ്പം ജിത്തു ചേട്ടന് ചെയ്തു വെച്ച സ്ക്രിപ്റ്റില് എന്താ ഒരു രംഗന് മാറ്റങ്ങൾ വന്ന്? നമ്മൾ എഴുതുമ്പോൾ നമ്മൾ സീനുകളും ഒരു പരിധി വരെ നമുക്ക് മാനറിസങ്ങൾ എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ സീനുകൾ മാത്രമാണ് എഴുതുന്നത്, എന്താണ് സംഭവിക്കേണ്ടതെന്ന് എഴുതുന്നത്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ കാണുമ്പോഴേ ഉള്ളൂ നമുക്കറിയുള്ളൂ. ഞാനൊരു മുൻധാരണയോട് കൂടി ഒരിക്കലും ഒരു സീനിനെ അപ്രോച്ച് ചെയ്തിരുന്നു. അവൻ എപ്പോഴും എന്ത് കാണാം, എന്ത് അതിനകത്ത് കിട്ടുമെന്ന് നോക്കി വർക്ക് ചെയ്തെടുക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കും ഫഹദിൻ്റെ അടുത്ത് നിന്ന് കിട്ടുകയാണ്. അപ്പോൾ ഫഹദാണ് എന്നെ കൺഫ്യൂസ് ചെയ്യണം. ഓരോ സമയത്തും ഓരോന്ന് തരും, ഒരുപാട് ഓപ്ഷൻസ് തരുവാണ്. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ സെലക്ട് ചെയ്യണം. അപ്പോൾ പുള്ളി അപ്പം അത് ഭയങ്കര നല്ല രസമുള്ളൊരു പ്രോസസ്സായിരുന്നു. നമുക്ക് ഞാൻ എപ്പോഴും പുതിയതാണ് കണ്ടുപിടിക്കുന്നത്, പുതിയ സിനിമ കാണും. അപ്പോൾ നിങ്ങൾ സിനിമയെ കാണുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കും ഇത് മോണിറ്ററിൽ കാണുമ്പോൾ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ടും ഗുണം ചെയ്തു. അപ്പോൾ എനിക്ക് അന്നേരം കിട്ടിയ എൻ്റെ ആ ഒരു ജഡ്ജ്മെൻറ്റിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ചിരി കിട്ടി, എവിടെയൊക്കെ എനിക്ക് ഹൈ കിട്ടി, അതനുസരിച്ചാണ് നമ്മൾ ഈ എഡിറ്റിംഗ് പ്രോസസ്സിൽ ഇത് പ്രോസസ്സ് ചെയ്യുന്നത്. കാരണം ഞാൻ ഈ സിനിമ ഓരോ പ്രോസസ്സും വെച്ച് നോക്കുമ്പോൾ ഒരു 100 തവണയിൽ കൂടുതൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അത് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും നമ്മൾ ഫൈനൽ എഡിറ്റിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും എനിക്ക് കോമഡി അല്ല, ഭയങ്കര മെക്കാനിക്കലായി പോകും. അപ്പോൾ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ശരിയാണ്, നമ്മുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണെന്ന് തോന്നിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ജഡ്ജ്മെൻറ്റ് വെച്ച് പോകുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ആദ്യം ഷൂട്ട് ചെയ്യുമ്പോൾ ചിരിച്ചോ, എനിക്ക് ചിരിക്കും. അതെ, അങ്ങനെയാണ് നമ്മളതിനെ കണ്ടത്. രോമാഞ്ചം കഴിഞ്ഞ് ജിത്തു മാധവൻ എന്നുള്ളൊരു ലേബല് വരികയാണ്. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടുതലും വരികയാണ്. ഇങ്ങനെ അടുത്ത എന്ത് പടം എടുക്കും, പിന്നെ പ്രത്യേകിച്ചും ഫാസിൽ നിന്നും കൂടെ വന്നപ്പോൾ ഉള്ളൊരു അത് വരുന്നുണ്ട്. പക്ഷേ ലീഡ് ആക്ടർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അൻവർ റഷീദും കൂടെ വരുന്ന സമയത്ത് അത് എങ്ങനെ ബെനിഫിറ്റ് ചെയ്ത്? ഇപ്പോൾ ജോൺ പോൾ നമുക്കറിയാം, രോമാഞ്ചത്തിൻ്റെ മുമ്പിട്ട് ആ പോസ്റ്റ് ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. ആ അവസ്ഥ മാറുകയാണല്ലോ ഇവിടെ എത്തുമ്പോൾ, കുറച്ചുകൂടെ നമുക്ക് സമാധാനത്തോടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? അല്ലാതെ എന്തൊക്കെയാണ് ബെനിഫിറ്റുകൾ? അല്ല, സമാധാനം എനിക്ക് രോമാഞ്ചത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്തും ഉണ്ടായിരുന്നു. ജോൺ പോൾ എന്നെ എനിക്ക് ഭയങ്കര ഫ്രീഡം തന്ന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതെയാണ് രോമാഞ്ചത്തിൻ്റെ കംപ്ലീറ്റ് ഷൂട്ടും തീർത്തത്. അതേപോലെ തന്നെയായിരുന്നു ഇവിടെ. കാരണം രോമാഞ്ചം കുറച്ചുകൂടെ ഒതുങ്ങിയ ഒരു കഥയായിരുന്നു, ഒതുക്കമുള്ളൊരു സിനിമയോടുള്ള രണ്ട് സിനിമയെ അപ്രോച്ച് ചെയ്ത് തന്നെ അങ്ങനെയാണ്. അതായത് രോമാഞ്ചത്തിന് നമുക്ക് നല്ല ഒതുക്കം വേണം, നമുക്ക് ആളുകൾക്ക് അകത്ത് നിന്ന് പറയേണ്ട ഒരു കഥയാണ്. ഇത് നമുക്ക് കുറച്ചുകൂടെ വലിപ്പം വേണ്ട കഥയാണ്. അപ്പം ഇത് അങ്ങനെ ഈ പ്രൊഡ്യൂസേഴ്സ് അതിന് ഭയങ്കര അവർക്ക് അറിയാമായിരുന്നു. സ്വാഭാവികമായിട്ടും അൻവർ റഷീദ് സംവിധായകനാണ്, പുള്ളിക്ക് അറിയാം എങ്ങനെയാണ് ഈ സിനിമ വരാൻ പോകുന്നത്, എന്തൊക്കെ വേണ്ടി വരും എന്നൊക്കെയുള്ളൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും സർപ്രൈസ് അല്ലായിരുന്നു.
അപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന പോക്കിൽ സിനിമയുടെ ഓരോ വളർച്ചയുടെ പ്രോസസ്സും എല്ലാവർക്കും അറിയാമായിരുന്നു, എങ്ങോട്ടാണ് ഇത് പോകുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എൻറ്റയർ ടീമിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു ടീമാണെങ്കിൽ പോലും ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതെല്ലാവർക്കും എല്ലാവരിലേക്കും എത്തണം എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. ഫൈനൽ സ്ക്രിപ്റ്റിന്റെ സമയത്ത് ഇട്ട ബഡ്ജറ്റ് തന്നെയാണോ എൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഏകദേശം അതുപോലെയാണോ? അതൊക്കെ എന്തിന് ബഡ്ജറ്റ്, അതിനെക്കുറിച്ച് ഇപ്പം സംസാരിക്കേണ്ടത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല വർക്ക് ചെയ്യുമ്പോൾ. അതായത് എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ എടാ നീ ഇതിൽ തീർക്കണം, അത് അത്ര പ്രശ്നമാണ് എന്നൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ബോധേഡായിട്ടില്ല. ഞാൻ സിനിമയുടെ ഔട്ട് നന്നാക്കാൻ വേണ്ടി മാത്രമാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് ഇത്ര ബഡ്ജറ്റ് ആയെന്നോ ഇത്ര കളക്ട് ചെയ്തെന്നുള്ളതോ എന്നെ ബാധിക്കുന്ന കാര്യമല്ല. സിനിമ നന്നായിട്ട് എടുക്കുക, ആളുകൾ റിസീവ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും. ഈ ഗുണ്ട ഏതോ ഒരു പ്രസ് മീറ്റിലാന്ന് തോന്നുന്നു പറഞ്ഞു, നല്ല ഗുണ്ട ചീത്ത ഗുണ്ട എന്നൊന്നുമില്ല, എല്ലാം ഗുണ്ടകളാണ് ചിത്തുചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗുണ്ടേനെ എങ്ങനെ വേണം എന്നുള്ള ഇയാളുടെ ട്രേറ്റ്, ഇയാൾ ഒരേ സമയം ഫണ്ണാണ്, ടെററാണ്, പിന്നെ ഇയാളുടെ മൊത്തം ഒരു ലുക്കാണെങ്കിലും ഇതൊക്കെ എങ്ങനെയാണ് ഫിക്സ് ചെയ്ത്? തുടക്കം ഇപ്പം ഏതൊക്കെയോ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ട്രേറ്റ്സ് ഉള്ള ആൾക്കാർ. അപ്പോൾ അതിൽ പിന്നെ ചെമ്പൻചേട്ടൻ മറ്റേ രോമാഞ്ചത്തിൽ വന്ന ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ തന്നെ രംഗ എങ്ങനെ ഇരിക്കണം, എങ്ങനെ പെരുമാറണം എന്ന് പെരുമാറലല്ല, രംഗ എങ്ങനെയായിരിക്കും ഒരു ഏകദേശം അയാളുടെ ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ ഉണ്ടായിരുന്നു. അതായത് രംഗയുടെ ഇപ്പം നമ്മൾ സിനിമയെ കാണുന്നതല്ലാത്ത രംഗ എന്തായിരുന്നു, രംഗയ്ക്ക് എന്തൊക്കെയാണ് രംഗയുടെ മാനസിക പ്രശ്നങ്ങൾ, രംഗയ്ക്കുള്ള ഇമോഷൻസ് എന്തൊക്കെയാണ്, രംഗ എന്തൊക്കെയാണ് ഒളിച്ചു വെക്കുന്നത്, രംഗ എന്തൊക്കെയാണ് പുറത്ത് കാണിക്കുന്നത്, രംഗ എന്തായിട്ടാണ് ആളുകളെ കാണാൻ രംഗയെ ആളുകൾ എങ്ങനെ കാണണം എന്നാണ് രംഗ വിചാരിക്കുന്നത്, പക്ഷെ ശരിക്കും രംഗ എങ്ങനത്തെ ആളാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ നമുക്കിടയിൽ ഉണ്ടായിരുന്നു നന്നായിട്ട്. പക്ഷെ ഓരോ സീനിലും അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് തീരുമാനിച്ച് പോയിട്ടുള്ളത്. അതൊരിക്കലും പ്രീ പ്ലാൻഡ് അല്ല. പക്ഷെ ഇതിപ്പം നമുക്ക് രംഗേനെ എങ്ങനെ എടുക്കാം, രംഗയുടെ സൈഡിൽ നിന്ന് ഇതിനൊരു ഇമോഷണലി എടുക്കാം, അല്ലെങ്കിൽ ഇയാളൊരു ഗുണ്ടയല്ലേ, ഇയാളത് എന്താന്ന് ചിന്തിക്കുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു സ്പേസ് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെയാണോ ഇയാളുടെ ഈ ബാക്ക് സ്റ്റോറീനെ? ഉറപ്പായിട്ടും. അതായത് നമ്മൾ സിനിമയിൽ ആദ്യം തൊട്ട് പറഞ്ഞു വന്നിരുന്നത് ഈ നമ്മൾ രംഗയുടെ പെർസ്പെക്റ്റീവ് എന്നോ അല്ലെങ്കിൽ അകത്തുനിന്ന് കാണിച്ചിട്ടില്ല. നമ്മൾ ഈ പയ്യന്മാർക്ക് എന്തറിയാമോ അതേ പ്രേക്ഷകർക്ക് അറിയുള്ളൂ. പയ്യന്മാരെന്ത് കേൾക്കുന്നു അതാണ് പ്രേക്ഷകർക്കുള്ള ഇൻഫർമേഷൻ. സോ അവരറിയുന്ന പോലാണ് നമ്മൾ രംഗയെ അറിഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ വെച്ചിട്ട് പെട്ടെന്ന് രംഗയെ കാണാണ്ടാവും സിനിമയിൽ. അപ്പോൾ ഈ കാണാണ്ടാവുമ്പോൾ പെട്ടെന്ന് ഇയാളുമായിട്ടൊരു അകൽച്ച വരും. ഇതൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ തന്നെയാണോ എക്സാക്ട്ലി ആളുകൾക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലാൻ വേണമല്ലോ. ആ ഒരു പ്ലാൻ അനുസരിച്ച് രംഗയുമായിട്ടൊരു ചെറിയൊരു അകൽച്ച വരും. അപ്പോൾ രംഗ എന്താണെന്നുള്ളൊരു ഡൗട്ട് വീണ്ടും വരും. രംഗ അറിഞ്ഞു എന്ന് തോന്നുന്ന ഒരു മൊമെന്റ് കഴിയുമ്പോഴത്തേക്കും രംഗ ചേഞ്ച്ഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നത്. രംഗയുടെ നമ്മൾ കാണിച്ചിരുന്ന ഷെയ്ഡേ അല്ല, ഷെയ്ഡ് വേറെയാണ്. അപ്പോൾ വേറൊരു ഷെയ്ഡിലേക്ക് വന്ന് ഒരു പുതിയ ആളായിട്ട് തോന്നി. ഒരു പോയിന്റ് വെച്ച് രംഗ മിസ്സിംഗ് ആണ്. പിന്നെ രംഗയെ കാണിക്കുന്നത് രംഗയുടെ പെർസ്പെക്റ്റീവിലാണ്. അന്നേരമാണ് നമ്മൾ ആദ്യമായിട്ട് ഈ കുട്ടികൾ കാണാത്ത ഒരു രംഗയെ നമ്മൾ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ പോയിന്റ് തൊട്ടാണ് പ്രേക്ഷകൻ കുട്ടികളെക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ ഉള്ള ആളാവുന്നത്. അതുവരെ കുട്ടികൾക്കുള്ള ഇൻഫർമേഷനേ ഉള്ളൂ പ്രേക്ഷകനും. അപ്പോൾ ആ പോയിന്റ് മുതൽ പ്രേക്ഷകർക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട് രംഗയെക്കുറിച്ച്. അപ്പോഴാണ് ആളുകൾ കൂടുതൽ രംഗയിലേക്ക് അടുക്കേണ്ടത്, അല്ലെങ്കിൽ രംഗയോട് ഇമോഷണലി കണക്ട് ആവേണ്ടത്. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചെടുത്തിട്ടുള്ളത്. പാസ്റ്റിൽ ലുക്ക് ഉണ്ടല്ലോ, രംഗയാവുന്നതിന്റെ മുന്നുള്ള ലുക്ക്, പിന്നെയുള്ള ലുക്കുകളൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെയാ നിങ്ങളുടെ ഒരു ഡിസ്കഷനിൽ വന്നതാണോ? നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് സെറ്റ് ചെയ്തത്. അതായത് ഓരോരോ പല കാര്യങ്ങൾ നമ്മളിങ്ങനെ ആലോചിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആലോചനയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു ലുക്കിലേക്കാണ് നമ്മൾ വന്നത്. ഇപ്പോൾ ഫഫയുടെ ഷിഖാവത്തിന്റെ നമ്മളൊരു മൊട്ട ലുക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഫിസിക്ക്, പുള്ളിയുടെ ഈ മെലിഞ്ഞ ഫിസിക്ക് തന്നെ രംഗയെ പ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ ചെമ്പൻചേട്ടൻ്റെ ഒരു ഫിസിക്കിൽ ആ ലുക്ക് ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇത് അങ്ങനെ വിചാരിച്ചാണോ, അല്ലെങ്കിൽ പുള്ളി ആ സമയത്ത് ചെയ്ത സിനിമകളുടെ ഒരു ഇതിനനുസരിച്ച്? അല്ല, നമ്മൾ ആദ്യമേ വിചാരിച്ച് ഇയാളെക്കുറിച്ച് ആളുകളൊന്നും ആന്റിസിപ്പേറ്റ്, ഇയാൾ ഇങ്ങനെ ഇടിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാളാണെന്ന് ഉറപ്പിക്കാൻ പാടില്ല. രംഗ ഒരു പിടികൊടുക്കാത്ത ക്യാരക്ടറാണ്. അപ്പം രംഗയെ അയാൾ പറയുന്ന കേൾക്കുമ്പോൾ അയാളുടെ വില്ലാളിത്തരം കാണുമ്പോൾ എന്തെങ്കിലും തോന്നിയേക്കാം, പക്ഷേ ഇയാൾ ഇടിക്കുമോ എന്ന് ഡൗട്ട് വേണം. അങ്ങനെ ആ ഒരു മിക്സ്ഡ് ആയിട്ട് പോയാലേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ച റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടും അതും ഒരു റീസണാണ് ഈ പറഞ്ഞ പോലെ.
കന്നഡയും മലയാളം മിക്സ് ചെയ്തിട്ട് പറയുമ്പോഴേ രോമാഞ്ചം സിങ്ക് ആയിരുന്നല്ലോ, അപ്പൊ ഇവിടേക്ക് ഡബ് എന്നുള്ളത് അതുകൊണ്ടൊരു ഫാക്ടർ ആണോ? അല്ലല്ല, അതുകൊണ്ടല്ല. ഇതിലേക്ക് ഡബ് എന്ന് വെച്ചാൽ നമ്മൾ രോമാഞ്ചം ഭയങ്കര ഒതുങ്ങിയ ഒരു അറ്റ്മോസ്ഫിയർ ഷൂട്ട് ചെയ്ത സിനിമയാണ്, നമുക്ക് പോസിബിൾ ആണ്. ഇത് ടെക്നിക്കലി നമുക്ക് ഒട്ടും പോസിബിൾ അല്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻസ് എല്ലാം കുറച്ചുകൂടെ ഔട്ട്ഡോർ ആണ്, ആളുകൾ കൂടുതലാണ്, ബഹളം കൂടുതലാണ്. അപ്പം സിംഗ് സൗണ്ട് പ്രാക്ടിക്കൽ അല്ല. കോളേജും ബാക്കി ലൊക്കേഷനുകളും ഒക്കെ ബാംഗ്ലൂരിൽ എവിടെയായിരുന്നത്? ബാംഗ്ലൂരിൽ ഒരു കോളേജിലല്ല ഷൂട്ട് ചെയ്തത്, നമ്മൾ പല കോളേജിലായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതെല്ലാം പല പല സ്ഥലങ്ങളാണ്, ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ പല പല സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. രോമാഞ്ചത്തിൽ ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവർ ഓടുന്നതിലൊക്കെ കുറെ വേർബൽ അല്ലാത്ത ഒരുപാട് കോമഡികളുണ്ട്. നമ്മൾ ഇരുന്ന് തിയേറ്ററിൽ ചിരിച്ചു പോയ അതുപോലെ എവിടെയും സംഭവിക്കുന്നുണ്ട്. വേർബലി അല്ലാതെ ഈ കോമഡി ഉണ്ടാക്കുക എന്നുള്ളതിന് അല്ല, അത് ചിലപ്പോ ആർട്ടിസ്റ്റുകൾ ഒന്നിച്ച് വരുമ്പോ ഉണ്ടാവുന്ന ചിലതുണ്ടാവുമല്ലോ. തന്നെയാണ് കുറച്ച് അവരത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണല്ലോ അതിനകത്തെ ഹ്യൂമർ. ഇപ്പം അവർക്ക് പേടിച്ച് കരയുന്ന പല രീതിക്ക് അറിയാം. അത് ആൾക്കാർക്കും ആ ഫീൽ ചെയ്യാൻ വേണ്ടി കരയാം, പുറത്തുനിന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട് കരയാം. അതൊക്കെ അറിഞ്ഞ് തന്നെ ഓരോ സീനും അനുസരിച്ച് അവർ ചെയ്യുന്നതാണ്. രോമാഞ്ചത്തിൽ ആ സിജു ഇറങ്ങി ഓടി വീഴുന്നതൊക്കെ തിയേറ്ററിൽ ചിരിച്ചൊരു ഓർമ്മയുണ്ട്. എന്താ പറയുക, ഷമ്മി രംഗാൻ ക്രോസ് ഓവർ ഇപ്പം വരുന്നുണ്ട് യൂട്യൂബിൽ. മറ്റേ എടാ മോനെ ആ ഡോർ ലോക്കാന്ന് പറയുന്ന സാധനം അവിടെ നിന്നൊന്നും അല്ലല്ലോ ഈ എടമോനെ വന്നത്, നോർമൽ എടമോനെ അല്ലാതെ വന്ന. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ കാര്യം ഓർക്കുന്നത്, അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം. ഷമ്മി ക്രോസ് ഓവർ നീരജ ചേച്ചിയുടെ നല്ല രസമായിട്ട് വന്നതാണ്. ഹാപ്പി അല്ല, അതിപ്പോ ട്രെൻഡിങ്ങും ആണ്. അമ്മമാര് തങ്കം ചേച്ചിയാണെങ്കിലും മോഹനേട്ടനാണെങ്കിലും മകൻ ഇവരെയൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അതും ശരിക്കും ഇപ്പം പല ഏജ് അല്ലെ പല ടൈപ്പ് ആൾക്കാരിൽ അവര് വേറൊരു ഗ്രൂപ്പാണ്. അവരുടെ കാസ്റ്റിങ്ങും ഈ ഡയലോഗുകളൊക്കെ കൊടുത്തതൊക്കെ. അതായത് നീരജ് ചേച്ചി അമ്മ ആയിട്ട് ഞാൻ വേറെ ആരും ആലോചിച്ചില്ല. നീരജ് ചേച്ചിയുടെ സൗണ്ടും നീരജ് ചേച്ചിയുടെ എക്സ്പ്രഷൻസുമാണ് അതിനകത്ത് അമ്മയായിട്ട് കണ്ടത്. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പുള്ളിക്കാരുടെ ലാസ്റ്റ് സീനിൽ പുള്ളിക്കാരെ കാണിക്കുന്നില്ലെങ്കിൽ എക്സ്പ്രഷൻസ് നമുക്ക് മനസ്സിൽ വരും. ആ സൗണ്ട് കേൾക്കുമ്പോൾ പുള്ളിക്കാരിയുടെ മുഖം എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിൽ വരും. അത് ഭയങ്കര ഗുണം ചെയ്തു. പുള്ളിക്കാരുടെ വോയിസ് ഭയങ്കര. അപ്പോൾ അതാണ് അങ്ങനെ നീരജ് ചേച്ചിയിലേക്ക് പോയത്. നീരജ് ചേച്ചിയുടെ ചില എക്സ്പ്രഷൻസും ഭയങ്കര രസമാണ്. എപ്പോഴും ഫഹദ് ഫാസിലിന്റെ കണ്ണുകൾ എന്ന് എല്ലാവരും പറയുന്നതാണ്, കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന നടൻ. ഒരുപാട് ഷോട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ കണ്ണട വരുന്നുണ്ട്. ഇത് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ആദ്യം കണ്ണട വെച്ച് കൊടുത്തത്. നീ കണ്ണുകൊണ്ടല്ലാതെ ഒന്ന് അഭിനയിക്കട്ടെ അതല്ല, ഇത് ഈ ക്യാരക്ടറിന്റെ ഒരു ഭാഗമാണ്. അതായത് ഒന്നാമത്തെ കാര്യം, നമുക്ക് ഫഹദ് ഫാസിലിനെ വേണ്ടായിരുന്നു ഈ ക്യാരക്ടറിൽ. ഫഹദ് ഫാസിലിനെ ഈ ക്യാരക്ടറിൽ നിന്ന് കട്ട് ചെയ്യണമെങ്കിൽ ആദ്യം, അതായത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫഹദിന്റെ മുഖം സാധാരണ ചെറിയ സീനിൽ പോലും നോർമലായിട്ടല്ല ഇരിക്കുന്നത്. ഫഹദ് ഫാസിലായിട്ട് ഒരു സീനില്ല, ഒരു ഒരു പിരിമുറുക്കം ത്രൂ ഔട്ട് പുള്ളി അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിൽസ് കാണുമ്പോൾ തന്നെ നമ്മൾ സ്റ്റിൽസ് നോക്കിയിട്ട് ഈ പോസ്റ്ററിന് വേണ്ടി സ്റ്റിൽസ് എടുക്കുമല്ലോ. അപ്പോൾ ആ സ്റ്റില്ല് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഷോട്ടിൻ്റെ ടൈമിൽ എടുത്തല്ല. നമ്മൾ പറയും എടാ ഇത് യൂസ് ചെയ്യരുത്, ഇത് പകതായിട്ടിരിക്കുവാണ്, ഷോട്ടിൻ്റെ ടൈമിൽ എടുത്തല്ല. സെയിം സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ നമുക്ക് എങ്കിലും മുഖം കാണുമ്പോൾ മനസ്സിലാവും ഇത് ഷോട്ടിന്റെ സമയത്താണോ വെറുതെ ഇരിക്കുമ്പോഴാണോ. വെറുതെ ഇരിക്കുമ്പോൾ എടുത്ത സ്റ്റില്ല് വേറെയാണ്, അതായത് പുള്ളി വേറെ പകതായിട്ടാണ് ഇരിക്കുന്നത്. അല്ല ഷൂട്ടിന്റെ സമയത്താണെങ്കിൽ ആ മുഖത്തേക്ക് എന്തോ വന്നിട്ടൊരു ഭാവം വരും. ഈ ഫൈറ്റില് കാറിൽ ഉള്ളൊരു ഫൈറ്റ് സീൻ ഉണ്ട്. അപ്പം അതൊക്കെ കുറച്ച് നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെയെന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. പിന്നെ ഇന്റർവൽ ഫൈറ്റ് എല്ലാവരും പറയുന്നതുമാണ്. ഫൈറ്റ് സീനുകൾ രോമാഞ്ചം കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയാണല്ലോ ഇത്രയും ഗ്രാൻഡായിട്ട് ചെയ്യേണ്ടി വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഫൈറ്റ്? ചേതൻ ഡിസൂസ എന്നാണ് നമ്മുടെ ഫൈറ്റ് മാസ്റ്ററുടെ പേര്. പുള്ളി ഭയങ്കര അടിപൊളി മനുഷ്യനാണ്. നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പക്കയായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് ഭയങ്കര ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഫൈറ്റ്. അതായത് നമ്മൾ ഈ ഫസ്റ്റ് 2022 ഡിസംബറിൽ പുള്ളി ഇന്നായതാണ് പ്രൊജക്റ്റിൽ. അപ്പോൾ തൊട്ട് നമ്മുടെ കൂടെ ഉണ്ട് ബിഗിനിങ് തൊട്ട്. അപ്പം നമുക്ക് ഈ ഫൈറ്റിൽ നമ്മൾ ഒരുപാട് ഈ 3 ഫൈറ്റും 3 രീതിയിൽ വേണം. അപ്പം ഈ ഓരോ ഫൈറ്റേഴ്സിനും ഓരോ ക്യാരക്ടറൈസേഷൻ വേണം എന്ന് തുടങ്ങിയ ഒരുപാട് പ്ലാനുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫൈറ്റെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. അതായത് ഈ ഫൈറ്റിനെല്ലാം ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഈ ഫൈറ്റിലെ ഓരോ മൂവ്മെൻറ്റിനും സ്ക്രിപ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് പുള്ളി അതിൻ്റെ ഒരു എന്താ പറയുക റെഫറൻസ് വീഡിയോ, അതായത് റെഫറൻസ് വീഡിയോ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അത് എഡിറ്റഡ് വീഡിയോ ആണ്. പല ഒരുപാട് സിനിമകൾ എടുത്തിട്ട് അതിനകത്ത് നിന്ന് കൈ വീശുന്നതൊന്ന് കൊള്ളുന്നതൊന്നെന്ന് പറഞ്ഞിട്ട് നമുക്ക് രീതിയിലേക്ക് ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് ഒരു ഡിസൈൻ നമ്മൾ എഡിറ്റ് ചെയ്തുണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണ കിട്ടാൻ വേണ്ടി, കാരണം നമുക്കിത് ഫൈറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി. അതിനുശേഷമാണ് പുള്ളി പുള്ളിയുടെ സ്പേസിൽ പോയിട്ട് ഇത് ഷൂട്ട് ചെയ്തു. പുള്ളിക്കൊരു ജിമ്മുണ്ട്, അവിടെ നിന്ന് പുള്ളിയുടെ ബോയ്സിനെ വെച്ചിട്ട് ഈ ഫൈറ്റ് കംപ്ലീറ്റ് പുള്ളി ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കുള്ള ഷൂട്ടിലേക്ക് വന്നിട്ട്
നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വലിയൊരു പ്രോസസ്സാണ്. ഇത് ഒരുപാട് സമയമെടുത്തൊരു പ്രോസസ്സാണ്. ഇപ്പോൾ ഈ പറഞ്ഞ റിഹേഴ്സൽ ടൈമിൽ തന്നിട്ടുള്ള വീഡിയോസ് നമ്മൾ മാറ്റി 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 അതിനകത്ത് മോഡിഫൈ, നമുക്ക് ഷൂട്ട് ചെയ്തിട്ടല്ല നമ്മളത് മാറ്റിയത്. ഫൈറ്റിനെ മാത്രമാണ് ഇത്രയും പ്ലാൻ ചെയ്ത് നമ്മൾ അപ്രോച്ച് ചെയ്തത്. ബാക്കിയെല്ലാം നമ്മൾ സ്പോട്ടിലുള്ള മോഡിഫിക്കേഷൻസും പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഫൈറ്റിന് നമ്മൾ കുറച്ചുകൂടെ ഒരു പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സമീർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പുള്ളിയുടെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്കിപ്പോൾ എന്തും ചോദിക്കാൻ ഒരാളുണ്ട്. ഇപ്പോൾ ഒരാളെടുത്ത് എനിക്കൊരു ഡൗട്ട് വന്നാൽ, എൻ്റെ മനസ്സിലൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് പോയിട്ട് ഇതാണോ നല്ലതെന്ന് പറഞ്ഞാൽ ഒരു ആൻസർ ഉണ്ട്. ആ ആൻസർ നമ്മളെ കൺവിൻസ് ചെയ്യുന്ന ഒരു ആൻസറാണ്. ഇന്ന കാരണം കൊണ്ടടാ ഇതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണ് എന്നൊരു ഒരു ധാരണയോട് കൂടി തന്നെ, ഉറപ്പോട് കൂടി തന്നെ എനിക്ക് കംപ്ലീറ്റ് ഷൂട്ട് പോകാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ്. രോമാഞ്ചം ഇത്ര സക്സസ് അല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞൊരു ക്രൂ ഉണ്ടല്ലോ, സമീർ താഹിർ, വിവേക് ഹർഷൻ, ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസ്, ഫഫ, ഇത്തരത്തിൽ ആവേശം സംഭവിക്കുമായിരുന്നോ? അല്ലെങ്കിൽ രോമാഞ്ചം റിലീസ് ആവുന്നതിന് മുന്നേ പ്ലാൻ ഉണ്ടായിരുന്നു? പ്ലാൻ അല്ല, രോമാഞ്ചം റിലീസിന് ഞാൻ വരുന്നത് ആവേശത്തിന്റെ സെറ്റിൽ നിന്നാണ്. അതായത് ഞാൻ ഈ കഥ ഫഹദിനടുത്ത് പറയുന്നത് നവംബർ 2022-ലാണ്. രോമാഞ്ചം റിലീസ് ആവുന്നത് ഫെബ്രുവരി 2023-ലാണ്. സോ ആവേശം ഓൾറെഡി ഞാനും സമീർക്ക് ഞങ്ങൾ ഫുൾ ടീം ബാംഗ്ലൂർ ഷൂട്ട് ചെയ്യുന്നതിന് ഇപ്പം ഫെബ്രുവരി 14 നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നു. 3 പടം റിലീസ് ആയതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് റിലീസ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് മാർച്ച് 9-നാണ് നമ്മൾ ആവേശം ഷൂട്ട് തുടങ്ങുന്നത്. സോ എല്ലാവരും ഇന്നായിരുന്നു ആ സമയത്ത് തന്നെ. ആവേശം എന്തായാലും ഇത്രയും ആവേശത്തോടെ തന്നെ കാണുമായിരുന്നു എന്നല്ല. ഒരു 6-8 മാസത്തെ ഒരു കാലയളവ് പറഞ്ഞിരുന്നു ഫഹദ് ക, ഇങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു, പ്രീ ആയാലും ഷൂട്ടായാലും? 8 മാസമല്ല, അത് കൂടുതലുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, നവംബർ വിട്ടിട്ട് നവംബറിൽ കഴിഞ്ഞിട്ട് ഫഹദ് വന്നത് ഫെബ്രുവരിയിൽ വന്നു. ഫെബ്രുവരിയിൽ ഫഹദ് വന്നിട്ട് പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ വർഷം ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു ഒരുമിച്ച്. ഷൂട്ടിംഗ് അത്രയും ഷെഡ്യൂളൊക്കെ ആയിട്ട് പോയിരുന്നു. കുറച്ച് ദിവസങ്ങൾ എടുക്കുകയും ചെയ്തു. ഇത് ഇപ്രാവശ്യം സുഷിൻ, വിനായക്, പിന്നെ കുറേ പേര്, പാൽഡബ്ബ, ഇവര് ഡബ്സി, മലയാളി ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻസ് മുഴുവൻ എല്ലാരും ഇപ്പത്തെ ട്രെൻഡിങ് എല്ലാരെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതില് വിനായകിനെ ഇപ്പൊ നമ്മൾ എവിടെയും കണ്ടില്ല. പക്ഷെ ലിറിക്സ് മാതാപിതാക്കളെ വന്നപ്പോ ഗംഭീര ലിറിക്സാ വരുന്നത്. മൂക്കിൻ താഴെ വന്നൊരു പൊടിമീശയിൽ ആത്മവിശ്വാസം എന്നൊക്കെ പറയുന്നത്. ഇപ്രാവശ്യം എങ്ങനെയായിരുന്നു നിങ്ങളുടെ കൊളാബറേഷൻ? ഇപ്രാവശ്യം പഴയ പോലെയൊക്കെ തന്നെ ആയിരുന്നു. സുഷിന്റെ സ്റ്റുഡിയോയിൽ ഞങ്ങൾ പോയിരുന്ന് സംസാരിച്ച് വിനായക എഴുതി കൊണ്ടുവരുന്നത് സുഷിൻ മ്യൂസിക് ചെയ്തതുകൊണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് ഒരുപാട് എന്താ പറയാ, ഒരു 25 ദിവസം കൊണ്ടാണ് 8 പാട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എപ്പോഴും ഒരുമിച്ച് തന്നെ ആയിരുന്നു. കാരണം നമുക്ക് അങ്ങനെ സുഷിൻ ഒരു സോങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കേട്ടിട്ട് എനിക്കത് റീവർക്ക് പറഞ്ഞ് മാറ്റാനുള്ള ഒരു സമയമില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഡിസിഷൻ ഓൺ ദ സ്പോട്ട് എടുത്തെടുത്ത് പോവായിരുന്നു. പാട്ട് ചെയ്ത് തുടങ്ങി ഒരു ബേസിക് ഒരു ഐഡിയ വരുമ്പോഴത്തേക്കും ഇത് വർക്ക് ചെയ്യാം, ഇത് വെച്ച് പോവാം, അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഡിസിഷൻ എടുത്ത് പോവായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന്. വിനായകം ഉണ്ടായിരുന്നു. ലിറിക്സിന്റെ കാര്യത്തിലൊക്കെ ജിത്തു ചേട്ടൻ എന്താ ഒരു അഭിപ്രായങ്ങൾ ഉണ്ടാവാറുണ്ട്? അല്ലെങ്കിൽ ഇപ്പം ചിലത് പറയില്ലേ, ഇപ്പോൾ ആത്മാവെ ഇപ്പോൾ അത്ര വയസ്സായ ആൾക്കാരെടുത്തു എന്ന് എനിക്ക് സംശയമുണ്ട് കുറെ പേർക്കൊക്കെ. അപ്പൊ അത്തരത്തിൽ ഇതൊരു യൂത്തിലേക്ക് എല്ലാവരിലേക്കും അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? ലിറിക്സിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ലിറിക്സ് ഉറപ്പായിട്ടും വിനായക് അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ചിന്തിച്ചില്ലെങ്കിൽ പോലും വിനായക് അത് ചിന്തിക്കും. അപ്പൊ കാരണം എനിക്ക് എന്റെ സിനിമയിലെ ഒരു ഭാഗമാണ് ലിറിക്സ്. വിനായകന് ലിറിക്സ് ആണെല്ലാം. അപ്പൊ അവനാണ് അതിൽ കൂടുതൽ അറിവുള്ള ആളും അതിൽ കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ള ആളും. എന്നെക്കാളും ഇത് നന്നാവണം എന്ന് ആഗ്രഹിച്ച് തന്നെ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനകത്ത് നന്നാക്കുക എന്നൊരു ഉദ്ദേശത്തിനപ്പുറത്തേക്ക് നമുക്ക് അങ്ങനെ വേറെ യാതൊരു ചർച്ചകളും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ പറയുമ്പോഴത്തേക്കും ക്യാച്ചി ആവുക എന്നുള്ളതാണ്. അപ്പം ഓരോ സിനിമയിലും ഓരോ പാട്ടുകൾക്കും ഒരു എന്താ പറയുക എയിമുണ്ട്, ഓരോ ലക്ഷ്യമുണ്ട്. പക്ഷെ നമ്മുടെ സിനിമയിൽ ഇത് ക്യാച്ചി ആവണം എന്നാണ് ഉണ്ടായിരുന്ന ഒരു ലക്ഷ്യം. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കൊമേഴ്ഷ്യൽ പടമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ എലമെന്റ്സും കൊമേഴ്ഷ്യൽ ആയിരിക്കണം, എല്ലാ എലമെന്റ്സും ക്യാച്ചി ആയിരിക്കണം, എല്ലാം ഫ്രഷ് ആയിരിക്കണം. സോ അങ്ങനെയുള്ളൊരു ഒരു വാശിയോടെയാണ് വിനായക് ഇതിനെ അപ്രോച്ച് ചെയ്തത്. ഇങ്ങനെ വരുമ്പോൾ ഇതിൽ ഇമോഷണൽ ട്രാക്ക് ഉണ്ടല്ലോ ലങ്കല്ലേ, അത് ചെയ്യുമ്പോൾ എന്താ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായി? കാരണം ബാക്കിയെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകളാണ്. അതായത് ഇതിലത്തെ ഇമോഷണൽ ട്രാക്ക് അല്ല അത് ചെയ്യുമ്പോൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അല്ല, ഇമോഷണൽ ട്രാക്ക് ഇതുമായിട്ടൊന്ന് ചേർന്ന് പോകണല്ലോ, ബാക്കി എല്ലായിടത്തും ഭയങ്കര കളർഫുൾ. ഇമോഷണൽ ട്രാക്കിൽ ലിറിക്സ് ഇല്ലല്ലോ. ആ ട്രാക്ക് സെറ്റ് ചെയ്യുന്നത് ഒരു സുഷിൻ ചെയ്ത് കേൾപ്പിച്ചു, നമ്മൾ കണ്ണും തുടച്ച് എഴുന്നേറ്റ് പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ എന്നുള്ളത് മാത്രമേ. സുഷിനാണല്ലോ. സുഷിന് ഇമോഷണൽ ട്രാക്കിലെ കാര്യത്തില് നമ്മളൊരു അഭിപ്രായം പോലും പറയേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളി അത്
ചെയ്തോളും. പുള്ളി അത് ചെയ്തോളും. പുതിയ ആളുകളെ പുതിയതല്ല, പക്ഷേ ഈ ഇൻഡിപെൻഡന്റ് ആയ എല്ലാവരും കൂടെ ഒന്നിച്ച് കൊണ്ടുവരുന്നതുണ്ടല്ലോ. നമ്മളൊരു സീനിയേഴ്സിനെ ഒന്നും അല്ല പരീക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ അത് എങ്ങനെ ഉണ്ടായിരുന്നു പ്രാവശ്യത്തെ ഈ ഒരു എക്സ്പെരിമെന്റ് എന്നുള്ളത്? നല്ലതാണ്. നമുക്ക് കുറച്ച് പുതിയ കാര്യങ്ങൾ ഇവന്മാരിൽ നിന്ന് കിട്ടുവാണല്ലോ. നമ്മൾ സിനിമയിൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് മാറിയിട്ട് ഇവന്മാരുടെ അടുത്ത് നമുക്ക് കുറച്ച് പുതിയ കാര്യങ്ങൾ കിട്ടുവാണ്. ഓരോ ഇപ്പം അവന്മാരിടുന്ന എക്സ്പ്രഷൻസ് ആണെങ്കിലും ഇടയ്ക്ക് പറയുന്ന ഡയലോഗുകളാണെങ്കിലും എല്ലാം അവന്മാർ കേൾക്കുന്ന പാട്ടുകൾ പോലും നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് സിംഗേഴ്സിന്റെ കാര്യം, സിംഗേഴ്സിനെ ആയിട്ട് കൂടുതലും ഇപ്പം നമ്മൾ ആദ്യമേ ഒരു ചർച്ച എന്ന രീതിയിൽ നമ്മൾ ഉറപ്പിച്ച കാര്യം ഇതായിരുന്നു. അതായത് ഒരു സിനിമാ പാട്ട് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഒരു സൗണ്ടിൽ നിന്ന് ഒരു മാറ്റം, അതിൻ്റെ സൗണ്ടിങ്ങിൽ ബേസിക് സൗണ്ടിങ്ങിന് ഒരു മാറ്റം വേണം. അപ്പോൾ നമ്മൾ അങ്ങനെ സിനിമയിൽ അധികം കേട്ടിട്ടില്ലാത്ത വോയിസുകൾ വേണം. അപ്പോൾ എല്ലാ വോയിസിനും ഡിഫറൻസ് ഉണ്ട്. എല്ലാ പാട്ടുകളും ഒരു പാട്ട് പാടിയ ആൾ വേറെ പാട്ട് പാടിയിട്ടില്ല. അപ്പോൾ എല്ലാത്തിനും ഒരു യുണീക്നെസ് ഉണ്ട്. ഓരോ സിനിമയ്ക്കും അത് ആവശ്യമായിരുന്നു. അതിൻ്റെ ഓരോ സിറ്റുവേഷൻസിൽ വരുന്ന പാട്ടാണ് അത്. ഓരോ സിറ്റുവേഷൻസിനും വേണ്ട പോലത്തെ സൗണ്ടുള്ള ആളുകളാണ് അത് പാടിയിട്ടുള്ളത്. ജാടയുള്ളത് മലയാളത്തിൽ ഏറ്റവും ജാടയുള്ള ആളെ കൊണ്ടാണ് നമ്മൾ പാടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും ആ ഒരു പവർ വേണ്ടടുത്ത് അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഇതുണ്ടായിരുന്നു. ഇലുമിനാറ്റി ലിറിക്സ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഇലുമിനാറ്റി ലിറിക്സിന്റെ കാര്യത്തിൽ ഭയങ്കര സംശയമായിരുന്നു സുഷിനും വിനായകനല്ല. വിനായകന് വേണം. വിനായകനാണ് ഈ വേർഡ് കൊണ്ടുവന്നിട്ട് വിനായക ഈ വേർഡിന് വേണ്ടി ഒരുപാട് സംസാരിക്കേണ്ടി വന്നു. കാരണം നമുക്കറിയാം ഇത് ഹിറ്റാവുന്നു. എന്നുവെച്ചാൽ സുഷിൻ അങ്ങനെ ഹിറ്റാവാൻ വേണ്ടി ചെയ്ത പാട്ടാണ്. അപ്പൊ ഇത് ആൾക്കാരെടുക്കും. പക്ഷെ ഇത് വേണോ എന്നുള്ള ഒരു ചർച്ച ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ വിനായക അതിനുവേണ്ടി ഘോരം വാദിച്ച് വിനായക് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് കൺഫേം ആയിട്ടില്ല. ഈ ഇലുമിനാറ്റി വേണോ വേണ്ടെന്നുള്ള കൺഫേം ആയിട്ടില്ല. അപ്പം വിനായക് പറഞ്ഞു ഇനി ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞല്ലോ, 2 ദിവസം നമ്മൾ ഈ പാട്ട് ഇലുമിനാറ്റി വെച്ചിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഇനി ഞാൻ നിങ്ങളോട് ഏത് വാക്ക് പറഞ്ഞാലും നിങ്ങൾക്ക് വർക്കാവില്ല എന്ന് പറഞ്ഞു. നമ്മൾ ആലോചിച്ചപ്പോൾ ശരിയാ, ഇനി അത് മാറിയിട്ട് അവിടെ എന്ത് വന്നിട്ട് കാര്യമില്ല. സോ അതാണ് അതിന്റെ പ്രത്യേകത. ആ പാട്ടിന് ആ വാക്കില്ലാണ്ട് ആ പാട്ടില്ല. ആത്മാവെ പോലെ ആത്മാവെ പോ, ആദരാഞ്ജലി നേരത്തെ, ഇതൊക്കെ വിനായകന്റെ കുസൃതികളാണ്. അപ്പൊ ആവേശം ഒരുപാട് ദിവസങ്ങൾ ഇനിയും ഓടട്ടെ, വലിയ കളക്ഷൻസ് നേടട്ടെ. അടുത്ത സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും ചേട്ടാ. താങ്ക് യു.